ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. പ്രചേതാക്കളുടെ ചരിത്രം. വിജിതാശ്വൻ ഏറെക്കാലം രാജ്യം ഭരിച്ചു. പിന്നീട് ഹവിർധനൻ രാജാവായി. അദ്ദേഹത്തിൻ്റെ പുത്രനായ പ്രാചീന ബർഹിസ് ഒട്ടേറെ യജ്ഞങ്ങൾ നടത്തി. സമുദ്രപുത്രിയായ ശതദ്രുതിയെ രാജാവ് വേളി കഴിച്ചു. അവർക്ക് 10 പുത്രന്മാരുണ്ടായി. അവരാണു പ്രചേതാക്കൾ. ആത്മജ്ഞാനാർത്ഥികളായ അവർ പടിഞ്ഞാറേ ദിക്കിൽ തപസ്സിനു പോയി. ഒരു താമരപ്പൊയ്കയുടെ കരയിൽ സംഗീതം ആസ്വദിച്ച് ആനന്ദലീനരായിരുന്ന അവരുടെ മുൻപിൽ പൊയ്കയിൽ നിന്ന് രുദ്രൻ കയറി വന്നു. പ്രചേതാക്കൾ രുദ്രനെ നമസ്കരിച്ചു. രുദ്രൻ അവർക്കു രുദ്രഗീതം എന്ന മഹാമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. രുദ്രഗീതം ആലപിച്ചുകൊണ്ടു തപസ്സു ചെയ്യാനായി പ്രചേതാക്കൾ കടലിൽ ഇറങ്ങി. ഭൂപാലപുത്രൻ വിജിതാശ്വനും പിന്നെ ഭൂപരിപാലനം ചെയ്തു വാഴുന്ന നാൾ, ഹര്യക്ഷനും ദ്രുമകേശനും വൃഗനുമങ്ങർഹത്വമേറ്റമേറിയിടും ദ്രവിണസന്താനും സഹചര വന്നവർ 4 സാനന്ദമാഹന്ത. പൂർവാദിദിക്കുകൾ 4 പരിചോടു പാലിച്ചിരുന്നിതക്കാലം. ഹവിർധനനായിതു രാജ്യവും. അവനു മകൻ പ്രാചീന ബർഹിസ്സവനവനീ മണ്ഡലമഖിലം നിറയെ പ്രാചീനഗ്രസ്തസ്തംഭങ്ങളാലപി പ്രാപിപ്പിച്ചാൻ യജ്ഞങ്ങൾക്കതിനാലെ. നാമമതായതവന്നു ശതദ്രുതി കാമിനീ രത്നം സമുദ്രാത്മജയവൾ. തന്നെ ചതുർമുഖൻ തന്നിയോഗത്തിനാൽ മന്നവൻ വേട്ടു സുഖിച്ചു വാഴുന്ന നാൾ. പുത്രരവൾ പെറ്റുടൻ പ്രചേതാക്കളെന്നത്രൈവ 10 പേരുണ്ടായിതൂഴിയിൽ. തത്പ്രചേതാക്കൾ സംസാര വിഷയങ്ങൾ ഉൾപ്പുവിലേതുമൊന്നിച്ചിയാതെ പരം ചിദ്ഘനമാത്മരമ്യസ്വയം ജ്യോതിഷം തത്കാരണമുപാസിച്ചവരേവരും പശ്ചിമദിക്കു നോക്കി തപസ്സിനു പോയി സ്വച്ഛബുദ്ധ്യാ പരമാത്മജ്ഞാനാർത്ഥികൾ. താമരപ്പൊയ്കതൻ തീരപ്രദേശത്തു ചെന്നാമോദശാലികൾ തങ്ങളിരുന്നുടൻ ഗാന്ധർവവും ശ്രവിച്ചാനന്ദചിത്തരായി. ശാന്തേതരം പൊയ്ക തന്നിൽ നിരഞ്ജസാ നേരെ കരേറി പരിചോടെഴുന്നള്ളും ശ്രീരുദ്രനെ നമസ്കാരവും ചെയ്തവർ നിന്ന നേരം പ്രസാദിച്ചഥാ രുദ്രനും നിന്നവരോടരുൾ ചെയ്തു മധുരമായി. നിങ്ങൾ മഹത്വമേറും പ്രചേതാക്കളെന്നിങ്ങനെ ചൊല്ലും മഹത്തുക്കളല്ലയോ. തുല്യാത്മനമരുവീടും പ്രധാനികൾ കല്യാണശീലന്മാർ ഭാഗവതാഢ്യന്മാർ നല്ല ഭക്തന്മാരവരെ അനുഗ്രഹിച്ചല്ലലൊഴിപ്പതിനുള്ളൊരു ഞാനിപ്പോൾ രുദ്രഗീതം മഹാമന്ത്രം തെളിഞ്ഞതീ ഭദ്രാത്മനാ നിങ്ങൾക്കാശു ചൊല്ലിത്തരാം. ശുദ്ധബുദ്ധ്യാ ജപിച്ചാലും ഈ സ്തോത്രമെന്നത്യാദരാലുപദേശിച്ചരുളിനാൻ. തത്കീർത്തനേന തപസ്സിനായി കൊണ്ടവരക്കാലമസമുദ്രേ മുഴുകിടിനാർ. ജയ ജയ ശ്രീരാധേശ്യാം.